ആ മനുഷ്യൻ എവിടെയും പോയിട്ടില്ല. പഴയ ലാലേട്ടൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. നിങ്ങൾ ആരെങ്കിലും നല്ലൊരു കഥ കൊണ്ട് കൊടുക്കേ, അദ്ദേഹം ചെയ്ത് കാണിച്ചു തരാം. പണ്ടത്തെ നമ്മുടെ ഈ നാടോടിക്കാറ്റിലെയും അതുപോലെ തന്നെ നമ്മുടെ വരവേൽപ്പിലെ മുരളീനെ പോലെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ, കന്മതത്തിലെ വിശ്വനും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കൊണ്ടു കൊടുക്കുക. ലാലേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തു തരും. നമ്മളെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി എന്നാണ് എല്ലാവരും പറയുന്നത്. നേര് എന്ന് പറയുന്ന ഒരു സിനിമ കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് വിമർശകരുമുണ്ട് അതിൻ്റെ അകത്ത്. ഒരുപാട് പേര് പറയുന്നത് നാളെ സലാറ് വരുന്നതോട് കൂടിയിട്ട് നേര് നേരെയാകും എന്നാണ് പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല, നേര് അവിടെ തന്നെ ഉണ്ടാകും. കാരണം നേര് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. മോഹൻലാലിൻ്റെ ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഇങ്ങനെയൊരു സിനിമ പ്രേക്ഷകർ വളരെ തൃപ്തിയോട് കൂടിയിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു രംഗം കാണുന്നത്. ഇപ്പോൾ അനശ്വര രാജൻ എന്ന് പറയുന്ന ആ നടിക്ക് നല്ല രീതിയിലുള്ള സ്വീകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് അഭിനയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കണ്ണ് നിറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നല്ലൊരു എലിമെൻ്റാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രവുമല്ല, ഇതിൻ്റെ സംവിധായകൻ ജിത്തു ജോസഫ്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ സിനിമയ്ക്കും അദ്ദേഹം പിന്നെ എന്താ പറയുക, ഒരു പ്രത്യേകത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും. ജോസഫ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു സംവിധായകനാണ്. അദ്ദേഹം തിരക്കഥയിൽ വരെ നല്ല രീതിയിൽ മെമ്മറീസ് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജിത്തു ജോസഫിൻ്റെ ആ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കയ്യൊപ്പ് തന്നെയാണ്. ഇന്ന് ആരോ പറഞ്ഞു മലയാളത്തിൻ്റെ രാജമൗലിയാണ് നമ്മുടെ ജിത്തു ജോസഫ് എന്ന്. ഒരു കുഴപ്പമില്ല അങ്ങനെ പറയുന്നതിന്. അതായത് നമ്മുടെ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ ജിത്തു ജോസഫ് കാണിച്ച ഈ ഒരു സംഭവമുണ്ടല്ലോ, അത് ഏതായാലും വളരെയധികം നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ലാലേട്ടന് നല്ല തിരക്കഥകളും നല്ല കഥാപാത്രങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചെയ്യും. ആ മനുഷ്യൻ എവിടെയും പോയിട്ടില്ല. പഴയ ലാലേട്ടൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. നിങ്ങൾ ആരെങ്കിലും നല്ലൊരു കഥ കൊണ്ട് കൊടുക്കേ, അദ്ദേഹം ചെയ്ത് കാണിച്ചു തരാം. പണ്ടത്തെ നമ്മുടെ ഈ നാടോടിക്കാറ്റിലെയും അതുപോലെ തന്നെ നമ്മുടെ വരവേൽപ്പിലെ മുരളീനെ പോലെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ, കന്മതത്തിലെ വിശ്വനും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കൊണ്ടു കൊടുക്കുക. ലാലേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തു തരും. അല്ലാതെ നിങ്ങൾ വേറെ ഈ കഥയുമില്ല കഥാപാത്രവും ഇല്ലാതെ എവിടെന്നെങ്കിലും കുറച്ച് തട്ടിക്കൂട്ട് കഥകൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ബന്ധങ്ങളുടെ പേരിൽ ലാലേട്ടനാണെങ്കിലും നോ പറയാനും കഴിയില്ല. അങ്ങനെ എങ്ങനെയും കൂടി പിന്നെ അഭിനയിച്ചത് കൊണ്ടാണ് ലാലേട്ടൻ ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോയതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് ദോഷമുണ്ടായിരുന്നു. അതായത് ലാലേട്ടൻ ഏതായാലും ഈ 2023 ലാസ്റ്റെങ്കിലും ആ പേര് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തിനാണ് ലാലേട്ടനെ നമ്മൾ വിമർശിക്കുന്നത്? ലാലേട്ടൻ തിരഞ്ഞെടുക്കുന്ന കഥകൾ ഒന്ന് നന്നാക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞ് ഏകദേശം 100 കോടി ക്ലബിൽ കയറുമെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും നല്ല അഭിപ്രായമാട്ടോ. കോക്ക് അതുപോലെ തന്നെ ഈ റിവ്യൂ പറയുന്ന എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമ തന്നെയാണ്. അപ്പോൾ റിവ്യൂക്കാരെ നോക്കിയിട്ടൊന്നുമല്ല ആൾക്കാർ സിനിമക്ക് കയറുന്നത്, അത് വേറെ പ്രശ്നം. കാരണം കോക്കിൻ്റെ റിവ്യൂ രാത്രിയാണ് വന്നത്. അപ്പോഴേക്കും സിനിമ എന്ന് പറഞ്ഞാൽ ബമ്പർ ഹിറ്റായിരുന്നു. അതുപോലെ പിന്നെ ചെകുത്താ മാത്രമാണ് കുറച്ച് മോശമായിട്ട് പറയുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് പിന്നെ അറിയാലോ, ഈ ലാലേട്ടൻ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തൊരു വലിയൊരു വിമിഷ്ടമാണ്. അതായത് ലാലേട്ടനാണ് പണ്ട് മുതലേ ഈ ലാലേട്ടനെ തെറി പറയലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ തെറി കൊണ്ടാണ് അദ്ദേഹം നശിച്ചുപോയതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലൊന്നും നമുക്കറിയാലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ പടത്തിൻ്റെ വിജയവും കാര്യങ്ങളൊക്കെ കൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ ഒരു വിജയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പം വരും. അതായത് എവിടെ നിന്നെങ്കിലും തട്ടുകൂട്ട് കഥയായിട്ട് ഏതെങ്കിലും സംവിധായകനും അതുപോലെ തന്നെ ഏതെങ്കിലും എഴുത്തുകാരനും വരും. നമുക്കറിയാലോ, എഴുത്തുകാരനെയും സംവിധായകനെയും ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയണ്ടല്ലോ. അതിനിപ്പം പറഞ്ഞിട്ട് വല്ല കുഴപ്പമാകണ്ട. അതായത് നിങ്ങൾ മനസ്സിലാക്കുന്ന പേരെന്നെ. ലാലേട്ടനെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചത് ഈ എഴുത്തുകാരൻ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അദ്ദേഹത്തിന് നല്ല സ്റ്റോക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് എപ്പോഴും അറിയാം കുറച്ചു കാലം മുന്നേ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കൊക്കെ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു പേരും കൂടി ഉണ്ടായിരുന്നു, ഈ തിരക്കഥാകൃത്തിൻ്റെ കൂടെ. മനസ്സിലായി? അതുകൊണ്ട് തന്നെയാണ് ഈ തിരക്കഥ നല്ല വൃത്തിയായത്. ഇപ്പോഴദ്ദേഹം സ്വന്തമായി തിരക്കഥ എഴുതുന്നു, അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം സംവിധായകൻ സംവിധാനം ചെയ്യുന്നു. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി ലാലേട്ടൻ കുറച്ചും കൂടി സെലക്റ്റീവ് ആകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ബന്ധങ്ങൾക്കൊരു വിലയും കൊടുക്കരുത്. ഇവിടെ ബന്ധങ്ങൾക്കൊരു വിലയുമില്ല. കാരണം ഇവന്മാരൊക്കെ പൊട്ട പടങ്ങൾ എടുത്തിട്ട് പിന്നെ ജനങ്ങൾ കൂവി വിട്ട പടങ്ങൾ എടുത്തിട്ട് ഇവിടെ ആരെങ്കിലും കൂടെ നിന്നോ? ലാലേട്ടൻ്റെ കൂടെ ഒരാളും നിന്നില്ല. പക്ഷേ ലാലേട്ടൻ നല്ലത് കൊടുത്തപ്പോൾ ലാലേട്ടനെ വിശ്വസിച്ച പ്രേക്ഷകരുണ്ടല്ലോ, അതാണ് ഇന്ന് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഒഴുകി എത്തിയിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ, അതുപോലെ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ അർപ്പിച്ച വിശ്വാസം തന്നെയാണ്.
അല്ലാതെ ആരും പോകത്തില്ല. എന്ത് നേരടോ, ഇന്നാളെല്ലാം നമ്മൾ കണ്ട സിനിമ കണ്ടതല്ലേ, അതുപോലെ ഇതിൽ ഊളപ്പാടായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ പറയുക. പക്ഷേ ജിത്തു ജോസഫ് എന്നുള്ള അറിയുന്ന ആ സംവിധായകനിൽ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ദൃശ്യം പോലെയുള്ള സിനിമകൾ, എന്തിനധികം പറയുന്നു, കൂമൻ എന്ന് പറയുന്ന സിനിമ കാലം തെറ്റി വന്ന തിരക്കഥാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം കൂമൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ നരബലിയെ പറ്റി അറിയുന്നത്, അതായത് പത്തനംതിട്ട ജില്ലയിൽ ഒരു നരബലി നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം തന്നെയാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെ സംഭവങ്ങളായിരുന്നു അത് കഴിഞ്ഞപ്പോഴും വന്നത്, അതിന് എത്ര പേരാണ് വിമർശിച്ചത്. പക്ഷേ ആ പടം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ കയറിക്കൂടിയത് ഇങ്ങനെയൊക്കെയാണ്. മെമ്മറി മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ തിരക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. അപ്പോൾ ജിത്തു ജോസഫ് എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടാവും. അതുപോലെ ഇന്ന് കരഞ്ഞുകൊണ്ടാണ് എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അനശ്വര രാജൻ അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദിഖ് ഒരു രക്ഷയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നേരെ ഏതായാലും നല്ല രീതിയിൽ നേരായ വഴിക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇനി ആരും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. കാരണം ലാലേട്ടൻ എല്ലാവർക്കും വിശ്വാസമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ലാലേട്ടൻ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ശത്രുക്കൾ പോലും ആഗ്രഹിക്കുന്നത്. കാരണം ആ മനുഷ്യനൊക്കെ ചെയ്ത കഥാപാത്രങ്ങൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ 2-3 പടങ്ങളിങ്ങനെ പിന്നെ മൂക്കുകുത്തി വീണു എന്ന് കരുതിയിട്ട് ഒരിക്കലും അത് ലാലേട്ടൻ്റെ കുറ്റമല്ല, അത് ഈ സംവിധായകൻ്റെയും എഴുത്തുകാരൻ്റെയും കുറ്റമാണ്. ലാലേട്ടന് നിങ്ങൾ നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങളൊരു 10 കൊടുക്കണ്ടോ, അദ്ദേഹം 100 ഇരട്ടിയായിട്ട് അത് തിരിച്ചു തരുമെന്നുള്ളതാണ്. അത്ര ഭയങ്കരമാണ്. ഈ സിദ്ദിഖ് പറയുന്ന പോലെ ലാലേട്ടൻ്റെ മറ്റേ ഒരു വിരൽ പോലും അഭിനയിക്കുമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ ലാലേട്ടൻ. ഈ മനുഷ്യനെയൊക്കെ നമ്മൾ തോന്നുന്നത് വിളിച്ച് പറയരുത്, അത് വളരെയധികം മോശം തന്നെയാണ്. ഏതായാലും ഇന്ന് ശരിക്ക് ജനങ്ങൾ ആ ഒരു കരച്ചിൽ എനിക്ക് തോന്നി ഈ അനശ്വര രാജന് വേണ്ടിയിട്ട് മാത്രമല്ല, അത് ലാലേട്ടൻ്റെ ആ തിരിച്ചു വരവില്ല സന്തോഷം കൊണ്ടാണ്. അത്രയും ആൾക്കാർക്ക് സന്തോഷമുണ്ട്. ഇന്ന് തിയേറ്ററിൽ നിന്ന് വരുന്നവരൊരു പുഞ്ചിരി, നമ്മളെ ഒരുപാട് വർഷങ്ങളായി കൂടിയിട്ടാണ് ഇങ്ങനൊരു പുഞ്ചിരി നമ്മൾ ലാലേട്ട സിനിമക്ക് കാണുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ആറാട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ലാലേട്ടന് ഇത്രയും നല്ലൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഒരാൾ പോലും ഒരു സിനിമ പോലും കഴിഞ്ഞിട്ട് വരുന്നത് കണ്ടിട്ടില്ല. മോൺസ്റ്ററും അതുപോലെ എലോണും ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു തട്ടുകൂട്ട് പടമായിരുന്നു. ഒരു തട്ടുകൂട്ട് പടന്നേ ഞാൻ പറയുള്ളൂ. പേര്, അതായത് ഈ പിന്നെ ബന്ധത്തിൻ്റെ പേരിൽ ഡേറ്റ് കൊടുക്കുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ബന്ധവും ഇല്ല. ഇനി ഷാജി കൈലാസ് ആയിക്കഴിഞ്ഞാലും ബി ഉണ്ണികൃഷ്ണൻ ആയിക്കഴിഞ്ഞാലും ആരായിക്കഴിഞ്ഞാലും ശരി, ഇവരൊക്കെ നല്ല കഥയുമായിട്ട് വന്നാൽ മാത്രം ഡേറ്റ് കൊടുക്കുക, അല്ലാതെ വേറെ ഒരു പരിപാടിക്കും നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് തോന്നുന്നത് പഴയ സംവിധായകരിൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ജോഷി മാത്രമേ ഉള്ളൂ. കാരണം ജോഷിയാണ് ഇപ്പോഴും അന്നും ഇന്നും ഹിറ്റടിക്കുന്ന പഴയ ആ ഒരു ഗർജിക്കുന്ന സിംഹം എന്നേ പറയാൻ പറ്റുമോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും നേരെ പോയിട്ട് കാണുക, അടിപൊളിയാക്കുക. നന്ദി, നമസ്കാരം.